എടയാറമ്പിളയിലെ മർത്തോമാ പള്ളിയിലെ വികാരിയച്ഛനോട് ഞാൻ ചോദിച്ചു, സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെ ഇവിടെ അടക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ പള്ളിയിൽ ആദ്യമായി ചെന്നതാണ് ഒരു ക്രിസ്മസ് മെസ്സേജ് കൊടുക്കാൻ. അദ്ദേഹത്തെ എവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാമോ? സ്വാഭാവികമായി നമ്മുടെ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ ചിലപ്പോൾ സെമിത്തേരിയൊന്നും അത്ര നല്ല വൃത്തിയുള്ളതല്ലെങ്കിൽ അങ്ങനെ ഒരു മടി കാണിക്കും. പ്രത്യേകിച്ച് കബറിങ്കിൽ പോയി അങ്ങനെ പ്രാർത്ഥിക്കുന്ന വലിയ സജീവമായ ഒരു പാരമ്പര്യം മലങ്കര സഭയിലെ മറ്റ് സഭകൾക്കുള്ളതുപോലെ ആ ഒരു കൂട്ടായ്മയിൽ ഇല്ലല്ലോ അന്ന്. എന്നെ ഈ വികാരിച്ചന് വിളിച്ചുകൊണ്ടുപോയി ഈ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ മുമ്പിൽ, കല്ലറയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. അപ്പൊ എന്നോട് ഈ അച്ഛൻ ചോദിച്ചു, എൻ്റെ തിരുമേനി പ്രത്യേകിച്ച് അങ്ങനെ. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യനെ കുറിച്ച് ധാരാളം വായിച്ചു കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യനെ എവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെയാണെന്നറിയാം. ഇവിടെ വന്നപ്പോൾ ഈ കല്ലറയിലൊന്ന് പോകണം എന്ന് കരുതി. അദ്ദേഹം ആ കല്ലറയ്ക്കകത്ത് നിന്ന് ആ വികാരിച്ചനെയോ എന്നെയോ ഈ ഉപദേശി കണ്ടു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ സ്വർഗം കണ്ടിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യനിൽ അസാധാരണമായ ഒരു ദൈവബന്ധം കാണുന്നതിന് ഇടയായി. ഞാൻ പല സന്ദർഭങ്ങളിൽ അത് പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെയും നേരത്തെ അത് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോയി കാണുമെന്ന് എനിക്കറിയാം. ആദ്യമായി കേൾക്കുന്നത് പോലെ തന്നെ കേൾക്കുക. വീട്ടിലെ ഒരു പ്രത്യേക ഒരു സാഹചര്യം, ഒരു സംഘർഷത്തിന്റെയും ആത്മസംഘർഷത്തിന്റെയും ഒരു സാഹചര്യത്തിൽ സുവിശേഷത്തിന്റെ പ്രഘോഷണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മകന്റെ മൃതമായ ശരീരത്തിന്റെ മുമ്പിൽ അനേകം ആളുകൾ നിൽക്കുന്നു. എല്ലാവരും ഈ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കുന്നു. കയ്യിൽ തടിച്ച കറുത്ത ബൈൻഡിട്ട വേദപുസ്തകം, സത്യവേദ പുസ്തകം കയ്യിലുണ്ട്. എല്ലാവരുടെയും നോട്ടം ഈ മനുഷ്യൻ എന്ത് ചെയ്യാൻ പോകുന്നു? വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു? 24 മണിക്കൂറും ദൈവം സ്നേഹമാണെന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഉപദേശിയുടെ മകൻ മരിച്ചു കിടക്കുന്നു. എന്ത് ചെയ്യാൻ പോകുന്നു? ടെസ്റ്റിംഗ് ടൈം. ചൂടുവിട്ട് മാറിയിട്ടില്ലാത്ത ശരീരത്തിൽ തൊട്ട് ഈ അപ്പൻ, പിതാവാണ്, പുത്രനാണ് കിടക്കുന്നത്. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിപ്പോഴും എന്നെ വിറയൽ കൊള്ളിക്കുന്നതാണ്. മറ്റൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. കർത്താവേ, ദുഃഖത്തിന്റെ കാസ നീ എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. നമ്മൾ കൺവെൻഷനുകളിൽ മാത്രമേ ഹല്ലേലൂയായും പ്രൈസ് ദി ലോർഡും കേട്ടിട്ടുള്ളൂ. മകൻ മരിച്ചു കിടക്കുമ്പോൾ ഒരപ്പൻ പ്രൈസ് ദി ലോർഡ് പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ? ഒരപ്പൻ, ഒരു ഉപദേശി, ഒരു ദൈവ മനുഷ്യൻ, ദൈവഭക്തൻ, ഒരു വിശുദ്ധൻ പറയുകയാണ്, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവേ നീ എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും. അസാധാരണമായ ദൈവബന്ധത്തിൽ നിന്ന് മാത്രമേ ഈ പ്രാർത്ഥന ഉയരുകയുള്ളൂ. ഇതിനേക്കാൾ അതിശക്തമായ, എന്നെ എപ്പോഴും സ്വാധീനിക്കുന്ന രണ്ടാം ഭാഗം, ഈ ചുറ്റുപാട് നിൽക്കുന്ന മനുഷ്യർ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇദ്ദേഹം എന്തു പറയും? ഇദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും? ഇതെല്ലാം മനസ്സിലാക്കുന്ന ദൈവാത്മാവ് പ്രചോദിപ്പിച്ച് ഈ മനുഷ്യൻ പറയുന്നു. ചുറ്റുപാടുമുള്ളവർ നോക്കുന്നു ഈ മകന്റെ മുൻപിൽ നിൽക്കുന്ന ഒരപ്പന്റെ രൂപത്തെ. ഈ മനുഷ്യൻ പറയുന്നു, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല,
എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ചുറ്റുപാടുമുള്ള സംസാരവും പിറുപിറുപ്പും നോട്ടവും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എനിക്കൊരു കാര്യം മാത്രം, എനിക്ക് മറ്റൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. എൻ്റെ കർത്താവിനെ എനിക്ക് നേരിട്ട് എപ്പോൾ കാണാം എന്നത് മാത്രമാണ് എൻ്റെ ചിന്ത.